ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ഡൗട്ടാണ് ക്വാളിറ്റി കുറയാതെ റീൽസ് വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന്. അതുമാത്രമല്ല, കുറച്ച് പേരോട് പേഴ്സണായിട്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഏത് ആപ്ലിക്കേഷനിട്ട് എഡിറ്റ് ചെയ്താലാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ക്വാളിറ്റി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് പേഴ്സണായിട്ട് അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യമാണ്, അങ്ങനെയൊന്നും ഒരു ആപ്ലിക്കേഷനും ഇല്ല ബ്രോ. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ഞാൻ ഈ പറയുന്ന 2-3 കുഞ്ഞു ട്രിക്സ് മാത്രം യൂസ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഹൈ ക്വാളിറ്റി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇനിയും ഇതുപോലത്തെ അടിപൊളി കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് കണ്ടന്റ് റിലേറ്റഡ് വീഡിയോസ് വരുന്നതാണ്. അതുകൊണ്ട് ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. സോ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ മാക്സിമം 4K ക്വാളിറ്റി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷൻ ഇട്ടോ ആകട്ടെ, പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് അതിൻ്റെ ഔട്ട് എക്സ്പോർട്ട് ചെയ്ത് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എക്സ്പോർട്ട് ചെയ്ത് ഇറക്കുമ്പോൾ നമ്മൾ 1080p 30 fps എക്സ്പോർട്ട് ചെയ്ത് ഇറക്കാൻ ശ്രമിക്കുക. 1080p 30 fps. ഒരിക്കലും നമ്മൾ 4K തന്നെ എക്സ്പോർട്ട് ചെയ്ത് ഇറക്കാൻ ശ്രമിക്കരുത്. ഒന്നാമത്തെ കാര്യം തന്നെ, ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോമിൽ 4K സപ്പോർട്ടായിട്ടുള്ളതല്ല. 2, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ 4K ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്താൽ പോലും ഇൻസ്റ്റാഗ്രാം തന്നെ നമ്മുടെ വീഡിയോ കംപ്രസ് ചെയ്ത് 1080p ആക്കിയിട്ടേ മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോ കാണിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി അവിടെ ഒരു കംപ്രഷൻ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ക്വാളിറ്റി ലോസ് ആക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റീൽസ് ആഡ് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആ വീഡിയോ മൊത്തത്തോടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ എത്രത്തോളം ഫ്രണ്ട്ലി ആവാൻ പറ്റുമോ അത്രത്തോളം ഫ്രണ്ട്ലി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പലരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. സോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെറ്റിംഗ്സ് കയറിയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡേറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾ അപ്ലോഡ് അറ്റ് ഹയസ്റ്റ് ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ടേക്കുക. ഓഫായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓണാക്കി വയ്ക്കുക. പിന്നെ ഈ കാര്യങ്ങൾ ഇത്രയും ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി ലോസ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലമാണ്. അതായത് നെറ്റ് സ്ലോ ആയിട്ടുള്ളപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാണ്. ഈ നെറ്റ് സ്ലോ ആയിട്ടിരിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന നേരത്ത് ഇൻസ്റ്റാഗ്രാം നമുക്ക് സ്ലോ ആയിട്ട് എത്രയാണോ അപ്ലോഡ് ആക്കാൻ നോക്കൂ, അത്രയും കുറവ് MBയിൽ അത് കംപ്രസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അത്രയും കുറവ് സാധനം അവിടെ അപ്ലോഡ് ചെയ്യും. സോ കംപ്രസ് ചെയ്യുന്ന നേരത്ത് ഓൾറെഡി അവിടെ ക്വാളിറ്റി ലോസ് ആയി. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിന് നമ്മൾ കംപ്രസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസും ഉണ്ടായി കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുണ്ടോ ആ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ നമ്മൾ മാക്സിമം വൈഫൈ കണക്ഷൻസിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നെറ്റ്വർക്ക് കണക്ഷൻ നല്ല ഫാസ്റ്റ് ഉണ്ടെങ്കിലുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയൽസിന് യാതൊരു കംപ്രഷനും അവിടെ വരത്തില്ല. അതുപോലെ അവിടെ അപ്ലോഡ് ആകുന്നതാണ്. എന്തിരുന്നാലും ഒരു കംപ്രഷൻ അവിടെ എന്തായാലും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒരു 90% എന്തായാലും നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. സോ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോഴും ക്വാളിറ്റി ആയിട്ട് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ചങ്കിന് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ കൊടുത്തേക്കുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി കണ്ടന്റിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.